ഇന്ത്യയിലെ കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകരമായ ദിവസമാണെന്ന് ISLന്റെ അനിശ്ചിതത്വം എന്താകും എന്നതിനെ സംബന്ധിച്ച് ഇന്ന് അന്തിമ തീരുമാനമുണ്ടാകും. ഡൽഹിയിലാണ് യോഗം നടക്കുന്നത്. AIFFന്റെ യോഗത്തിന് ശേഷമായിരിക്കും ഇതിൽ അന്തിമമായി ഈ സീസൺ ISL തുടങ്ങണോ വേണ്ടയോ എന്ന് സംബന്ധിച്ച് അതിൽ എങ്ങനെയായിരിക്കണം കാര്യങ്ങളെന്ന് സംബന്ധിച്ചുള്ള അന്തിമമായ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരുക. എന്തായാലും നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള 8 ക്ലബ്ബുകളാണ് ഈ പ്രശ്നം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ മോഹൻ ബഗാൻ ഈ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് വ്യക്തമാക്കി. ISLുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ISLലേക്ക് ടീമിനെ സജ്ജമാക്കുന്നതിൽ ഇനി കൃത്യമായ ഒരു പ്ലാനിങ് നടക്കില്ല എന്നും അതിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കകത്ത് വീഴ്ച സംഭവിച്ചിട്ടുള്ളതിനാൽ ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെ വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് കളിക്കാരെ പലരെയും കോൺട്രാക്റ്റ് പുതുക്കാതെ പറഞ്ഞയക്കുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതായത് ക്ലബ്ബുകൾ മുഴുവൻ പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. ഒപ്പം തന്നെ കളിക്കാർ പലരും പിൻവാങ്ങുകയോ അല്ലെങ്കിൽ ക്ലബ്ബ് മാറാൻ ഉദ്ദേശിക്കുകയോ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വിദേശത്തു നിന്ന് എത്തിയ താരങ്ങൾ പലരും മടങ്ങിപ്പോകുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളിലാണെന്നാണ് ഏറ്റവും ഒടുവിലായിട്ടുള്ള റിപ്പോർട്ട്. എന്തായാലും ഇന്ത്യയുടെ ഫുട്ബോളിനെ വളർത്താൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ആസൂത്രണം ചെയ്യപ്പെട്ടതാണ് ISL. നമുക്കറിയാം കഴിഞ്ഞ സീസണുകളൊക്കെ വളരെ മികച്ച രീതിയിൽ നടക്കുകയും വളരെ മികച്ച താരങ്ങളെ സംഭാവന ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ക്ലബ്ബുകൾ തമ്മിലുള്ള പോരാട്ടം, അവരുടെ ആരാധകർ തമ്മിലുള്ള വാശിയേറിയ ആരോഗ്യകരമായ മത്സരങ്ങളൊക്കെ തന്നെ നമ്മൾ കളത്തിൽ കാണുന്നതാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾ ഈ പ്രതിസന്ധിയിൽ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയും ക്ലബിൻ്റെ പ്രവർത്തനവും ISL നടക്കുമോ എന്നുള്ള കാര്യത്തിലുള്ള ആശങ്കയുമാണ് ഏറ്റവും നിർണായകമായി ചർച്ച ചെയ്യപ്പെടുന്നത്. ISL നടക്കുകയാണെങ്കിൽ തന്നെ അതിന് എത്രമാത്രം അല്ലെങ്കിൽ എന്ന് നടക്കും, എപ്പോഴായിരിക്കും അത് ആരംഭിക്കുക, അതിനുള്ള തയ്യാറെടുപ്പിനുള്ള സമയം എത്രത്തോളം വേണ്ടിവരും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ യോഗത്തിലൂടെ ആയിരിക്കും തീരുമാനിക്കപ്പെടുക.